ഒരു സോഷ്യൽ മീഡിയ സാറ്റയർ ഗ്രൂപ്പായി തുടങ്ങിയതാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അമേരിക്കയിലെ ബോസ്റ്റണിൽ താമസിക്കുന്ന അഭിജിത്ത് ദിപ്കെ എന്ന യുവാവ് ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയ ഒരു യുവജന മുന്നേറ്റം. ഏതാനും ദിവസങ്ങൾ കൊണ്ട് 25 മില്യണോളം ഫോളോവേഴ്സ് ആണ് അവർക്ക് ലഭിച്ചത്. അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മോദി ഗവൺമെന്റ് പല പ്രാവശ്യം പിൻവലിപ്പിച്ചു എങ്കിലും അവരുടെ മുന്നേറ്റം തടയാൻ മോദിക്കും കൂട്ടർക്കും കഴിയില്ല. ശരിക്കും ഒരു ജെൻ സി മുന്നേറ്റമാണ് ഇത് എന്ന് പറയാം. ഇപ്പോൾ അഭിജിത്ത് തീരുമാനം എടുത്തിരിക്കുകയാണ് അമേരിക്ക ഉപേക്ഷിച്ച് പരിപൂർണമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ഇന്ത്യയിലെ യുവജനങ്ങളുടെ പ്രശ്നങ്ങളിൽ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതിനു വേണ്ടി. നാളെ ജനുവരി 6-ാം തീയതി ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ചോദ്യപേപ്പർ സ്ഥിരമായി ചോരുന്നതിന്റെ കാരണത്താൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഒരു ജെൻസി സമരം നടത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന അവർ സ്ഥിരമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖരായ പല വ്യക്തികളാണ് ഈ പ്രതിഷേധ സമരത്തിൽ ഇവരോടൊപ്പം ചേരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അഭിജിത്ത് ദിപ്കെ സംസാരിക്കുന്നതും ഏതൊക്കെ പ്രമുഖ വ്യക്തികളാണ് ഇദ്ദേഹത്തോടൊപ്പം ഈ ജെൻസി മുന്നേറ്റത്തിൽ പങ്കെടുക്കുന്നത് എന്നും നമുക്ക് കാണാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം താൻ അമേരിക്ക ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയാണ് എന്നും 6-ാം തീയതി നടത്തുന്ന സമരത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടും അഭിജിത്ത് നടത്തുന്ന സംഭാഷണം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ത്യയിലേക്ക് തിരികെ വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുന്നതിനായി ഞാൻ എൻ്റെ രാജ്യത്തേക്ക്, എൻ്റെ വീട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് തിരികെ വരികയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാകും, പേപ്പർ ചോർച്ച കാരണം നീറ്റ് പരീക്ഷ എഴുതിയ ഏതൊക്കെ കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അധ്വാനമാണോ ഇവിടെ നശിച്ചു പോയത്? അതിനൊക്കെ വേണ്ടി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക തന്നെ വേണമെന്ന ശബ്ദം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്നുണ്ട്. 8 ലക്ഷം കുട്ടികളാണ് നമ്മുടെ പെറ്റീഷനിൽ ഒപ്പുവച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെയും ഈ ആവശ്യത്തെ പിന്തുണച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ലക്നൗ, ജയ്പൂർ, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിൽ. എന്നിട്ടും ഇവർക്ക് യാതൊരു കുലുക്കവുമില്ല. ഇന്ന് നീറ്റിലെ 22 ലക്ഷം വിദ്യാർത്ഥികൾ, CBSEയിലെ 17 ലക്ഷം വിദ്യാർത്ഥികൾ, CUETയിലെ 16 ലക്ഷം വിദ്യാർത്ഥികൾ, SSC GDയിലെ 40 ലക്ഷം വിദ്യാർത്ഥികൾ, അങ്ങനെ 1 കോടിയിലധികം വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചാണ് ഈ സിസ്റ്റം കളിച്ചിരിക്കുന്നത്. ഇതുമൂലം വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് വലിയ ആശങ്കയിലും പ്രയാസത്തിലുമാണ്. ആരെങ്കിലും ഒരാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാകൂ. ഇത്രയും വലിയൊരു വീഴ്ചയുണ്ടായിട്ടും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് ഉത്തരവാദിത്വം എന്നൊരു സാധനം ബാക്കിയില്ലെന്ന് വേണം കരുതാൻ. ഈ സിസ്റ്റത്തിന് ഇത്ര തെറ്റുകൾ വേണമെങ്കിലും ചെയ്യാം, അതിന് യാതൊരു പ്രത്യാഘാതങ്ങളും ഉണ്ടാകില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ. എല്ലാ പ്രത്യാഘാതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികളാണ്. ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ടു പോകും? അതുകൊണ്ട് ഇപ്പോൾ സമയമായിരിക്കുകയാണ്. നമ്മൾക്കെല്ലാവർക്കും ഒന്നിച്ചു വരേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് സമാധാനപരമായി ശബ്ദമുയർത്തി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടണം. നമ്മൾ എല്ലാവരും ഒന്നിച്ച് ശബ്ദമുയർത്തിയാൽ തീർച്ചയായും അവർക്ക് നമ്മുടെ വാക്ക് കേൾക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ 6 ശനിയാഴ്ച രാവിലെ ഞാൻ ഡൽഹിയിലെത്തും. നിങ്ങൾ എല്ലാവരും എന്നെ എയർപോർട്ടിൽ വന്ന് കാണുക. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി ജന്തർ മന്ദിറിൽ സമാധാനപരമായി ഒരു പ്രതിഷേധം നടത്തുന്നതിനുള്ള അനുവാദം ചോദിക്കാം. തെറ്റിനെതിരെ സമാധാനപരമായ രീതിയിൽ ശബ്ദമുയർത്താനുള്ള അവകാശം ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അതേ ഭരണഘടന അനുസരിച്ച് നമ്മൾ ശബ്ദമുയർത്തും. കോൺഗ്രസിന്റെയും BJPയുടെയും എല്ലാ പിന്തുണക്കാരും ഈ സിസ്റ്റം കാരണം ബുദ്ധിമുട്ടുന്ന എല്ലാ വിദ്യാർത്ഥികളും യുവാക്കളും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന്
ആർക്കൊക്കെയാണോ തോന്നുന്നത് അവരെല്ലാവരും ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകുക. എന്നെ എയർപോർട്ടിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിലേക്ക് അയക്കുമെന്നും എന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്നും നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണെന്നും സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അനുവാദം നമുക്ക് ലഭിക്കുമെന്നും ഞാൻ ഇപ്പോഴും പ്രത്യാശിക്കുന്നു. ഗാന്ധി, അംബേദ്കർ, ഭഗത് സിംഗ്, നെഹ്റു എന്നിവരുടെ വലിയൊരു ആരാധകനാണ് ഞാൻ എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനാധിപത്യത്തിൽ നമ്മൾക്കെല്ലാവർക്കും ശബ്ദമുയർത്താനുള്ള അവകാശം നൽകുന്ന ഇന്ത്യയുടെ ഭരണഘടനയിൽ മറ്റെന്തിനേക്കാളും ഉപരിയായി ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ജയിലിനെ കുറിച്ചുള്ള പേടിയുടെ കാര്യം പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ എത്ര കാലമാണ് ഇങ്ങനെ പേടിച്ച് ജീവിക്കുക? ഈ രാജ്യം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രമല്ലല്ലോ. ഈ രാജ്യം നമ്മൾ എല്ലാവരുടേതുമാണ്. ഇത് നമ്മുടെ ഭാവിയുടെ ചോദ്യമാണ്. നമ്മുടെ ഭാവിയാണ് ഇവിടെ തകരുന്നത്. ഈ രാജ്യത്ത് ആർക്കെങ്കിലും നേരെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ വളരെ സമാധാനപരവും ജനാധിപത്യപരവുമായ രീതിയിൽ ശബ്ദമുയർത്തുക എന്നത് ഇനി നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ USA-യിൽ ഒരു ജോലി വാങ്ങി സുഖമായി ജീവിക്കാമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് ഒരുപാട് ജോലി ഓഫറുകളും വന്നിരുന്നു. എന്നാൽ ഞാനത് സ്വീകരിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. നമ്മൾ ഇന്ന് എന്തൊക്കെയാണോ അതൊക്കെ ഈ രാജ്യം നമുക്ക് നൽകിയത് കൊണ്ടാണ്. ഇനി നമ്മുടെ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഊഴം നമ്മുടേതാണ്. കാരണം നമ്മൾ ഇന്ന് ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? മറ്റാരെങ്കിലും വന്ന് ശബ്ദമുയർത്തി നമ്മളെ രക്ഷിക്കുമെന്ന് നമ്മൾ എത്ര കാലം കാത്തിരിക്കും? അതുകൊണ്ട് സമാധാനത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന എല്ലാ പൗരന്മാരും ഒന്നിച്ചു വരൂ. ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നമുക്ക് സംരക്ഷിക്കാം. നന്ദി. ഇനി സംഘികൾക്ക് പറയാൻ സാധിക്കില്ല അമേരിക്കയിൽ ഒളിച്ചിരുന്നാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന്. എന്നാൽ എയർപോർട്ടിൽ എത്തുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. തീവ്രവാദ കുറ്റം ആരോപിച്ച് ആജീവനാന്തം ജയിലിലിട്ടെന്നും വരാം. എന്നാൽ താൻ ഒരു തരത്തിലും പിൻവാങ്ങുകയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. വളരെയേറെ പ്രമുഖരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രമുഖ ശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ സോനം വാങ്ചുക്ക്, സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ, പ്രമുഖ നടനായ പ്രകാശ് രാജ്, ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ മുൻ പ്രസിഡന്റും കോൺഗ്രസ് പ്രവർത്തകനുമായ റോണക് ഖാത്രി എന്നിവരാണ് ഈ പ്രതിഷേധത്തിൽ ഇവരോടൊപ്പം ചേരുമെന്ന് പരസ്യമായി അറിയിച്ച ചില പ്രമുഖ വ്യക്തികൾ. ഇവരുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചുകൊണ്ട് സോനം വാങ്ചുക് പറയുന്നത് കേൾക്കാം. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, 6-ാം തീയതി ശനിയാഴ്ച രാവിലെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ദിബ്കേജിയോടൊപ്പം ഞാനും നിങ്ങളെ കാണുമെന്ന്. അഥവാ 5-ാം തീയതിക്കുള്ളിൽ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ. പക്ഷേ ഞാൻ ഈ സമരത്തിൽ പങ്കുചേരുന്നതിനുള്ള ഒരു നിബന്ധന നിങ്ങളോട് പറയാൻ ഞാൻ മറന്നുപോയിരുന്നു. ആ നിബന്ധന ഇതാണ്: ഈ സമരം മുഴുവനായും വളരെ സ്നേഹത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കണം. മറുഭാഗത്ത് എത്രത്തോളം അധികാരവും ആയുധങ്ങളും ഉണ്ടായാലും നമ്മുടെ ഏറ്റവും വലിയ ആയുധം ഗാന്ധിജി നമ്മെ പഠിപ്പിച്ച സത്യാഗ്രഹവും സമാധാനവും ആയിരിക്കണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പോലും മുട്ടുമടക്കേണ്ടി വന്ന ആയുധമാണിത്. അതെ, ഈ സമരത്തിൽ ഒരുപക്ഷെ ബലപ്രയോഗം ഉണ്ടായേക്കാം. പക്ഷേ അത് മറുഭാഗത്തു നിന്നായിരിക്കും, നമ്മുടെ ഭാഗത്തു നിന്നല്ല. നമുക്ക് ജയിലിൽ പോകേണ്ടി വന്നേക്കാം. അതിലിപ്പോൾ എന്താണ് ഇത്ര വലിയ കാര്യം? ഇതിൽ പങ്കെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ മുൻ പ്രസിഡന്റ് റോണക് ഖാത്രി പറയുന്നത് കേട്ടുകൊള്ളൂ. അടിച്ചമർത്തലുകളുടെ നിഴലിൽ ആരെങ്കിലും നാവ് തുറക്കുമോ? നമ്മളും മിണ്ടാതിരുന്നാൽ പിന്നെ ആരാണ് സംസാരിക്കുക? ഇൻക്ലാബ് സിന്ദാബാദ്. കൂട്ടുകാരെ, ഞാൻ റോണക് ഖാത്രി, ഡൽഹി സർവകലാശാല മുൻ അധ്യക്ഷൻ. ഇന്ന് ഒരു വിദ്യാർത്ഥി നേതാവായിട്ടല്ല, മറിച്ച് ഒരു സാധാരണ വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞാൻ ഡൽഹി സർവകലാശാലയുടെ അധ്യക്ഷനായിരുന്നപ്പോൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും എത്തുന്ന വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ വളരെ ആഴത്തിലും
വ്യക്തിപരമായും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് രാജ്യത്തെ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ അനീതി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം നിങ്ങളുടെ മുന്നിലുണ്ട്. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്റെ മന്ത്രാലയം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കൂട്ടുകാരെ, പരീക്ഷകൾ നടത്തുക എന്നത് മാത്രമല്ല ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ചുമതല എന്ന് റോണക് ഖാത്രി എന്ന് എനിക്ക് നന്നായി അറിയാം. മറിച്ച് സർക്കാർ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ അധ്യക്ഷനായിരുന്ന സമയത്ത് കുടിവെള്ളത്തിന് പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിനായി എനിക്ക് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരികയും കോളേജുകളിൽ മൺകുടങ്ങൾ വയ്ക്കേണ്ടതായി വന്നിട്ടുണ്ട്. ക്ലാസ് മുറികളിൽ ഫാനുകൾ കറങ്ങാതിരുന്നപ്പോൾ പ്രതിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട്. ബെഞ്ചുകൾ ഇല്ലാതിരുന്നപ്പോൾ, ചോദ്യപേപ്പറുകൾ ചോർന്നപ്പോൾ, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഡൽഹി സർവകലാശാലയിൽ മാത്രമല്ല രാജ്യത്തെ ഒട്ടുമിക്ക സർക്കാർ കോളേജുകളിലുമുണ്ട്. ഇതിനെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് മറുപടി പറയേണ്ടത്. അതുകൊണ്ട് കൂട്ടുകാരെ, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ പ്രസ്ഥാനത്തിന് ഞാൻ എന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ജൂൺ 6-ാം തീയതി നിങ്ങളെല്ലാവരും ജന്തർ മന്ദറിൽ ഒത്തുകൂടുമെന്നും ഈ സമാധാനപരമായ പ്രതിഷേധത്തിൽ പങ്കുചേരണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓരോ യുവാവിനും തുല്യ അവസരങ്ങൾ ലഭിക്കുന്ന, അവരുടെ ശബ്ദം കേൾക്കാൻ തയ്യാറാകുന്ന ഒരു ഇന്ത്യയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് ഈ സർക്കാരിന് നമുക്ക് കാണിച്ചു കൊടുക്കണം. ഇതിനെ പിന്തുണച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ എക്സിൽ കുറിച്ചതാണ് ഇത്. കോക്രോച്ച് ജനതാ പാർട്ടി ഊർജം പകർന്ന ജൻസി പ്രസ്ഥാനത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി BJP സ്പോൺസർ ചെയ്തതാണ് ഇതെന്ന് പറയുന്നത് തികച്ചും അസംബന്ധമാണ്. BJP സർക്കാർ ഇതിനെ അടിച്ചമർത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ദിപ്കെ AAPയിൽ ഉണ്ടായിരുന്നു എങ്കിലും ഇതൊരു AAPയുടെ സ്റ്റാർട്ടപ്പ് ആണെന്ന് പറയുന്നതും യുക്തിരഹിതമാണ്. വെറും 10 ദിവസം മാത്രം പ്രായമുള്ള ഒരു ജൻസി പ്രസ്ഥാനത്തെ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ വ്യക്തമായ നയങ്ങളുടെയോ കുറവ് ചൂണ്ടിക്കാട്ടി വിമർശിക്കുന്നതും ശരിയല്ല. ദിപ്കെ മികച്ച ഊർജ്ജസ്വലതയും പക്വതയും ധൈര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സോനം വാങ്ചുക് ഒരു മികച്ച വഴികാട്ടിയാണ്. ഒരു ജൻസി വക്താവായി സൗരവ് ദാസിനെ തെരഞ്ഞെടുത്തത് വളരെ മികച്ചൊരു തീരുമാനമാണ്. ജൂൺ 6 നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമായിരിക്കും. അണ്ണാ ഹസാരെയുടെ അറസ്റ്റ് എങ്ങനെയാണ് IAC പ്രസ്ഥാനത്തിന്റെ വഴിത്തിരിവായതെന്ന് ഞാൻ ഓർക്കുന്നു. ദിപ്കയെ അറസ്റ്റ് ചെയ്യുന്നതും ഈ ജൻസി പ്രസ്ഥാനത്തിന് സമാനമായൊരു വഴിത്തിരിവായിരിക്കും. പ്രമുഖ നടനായ പ്രകാശ് രാജ് ഈ സമരത്തിൽ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കും എന്ന് പറഞ്ഞ് എക്സിൽ കുറിച്ചതാണ് ഇത്. വളരെ പ്രസക്തമായ ഈ കോക്രോച്ച് പ്രസ്ഥാനത്തിന് എന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ 6-ാം തീയതി അവിടെ എത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മുൻപേ ഏറ്റുപോയ ഒരു തിരക്ക് കാരണം ഞാൻ വളരെ ദൂരെ ആയതുകൊണ്ട് അവിടെ എത്താൻ പരമാവധി ശ്രമിക്കുകയാണ്. എല്ലാ യുവ കോക്രോച്ചുകളോടും അങ്ങോട്ടേക്ക് ഇഴഞ്ഞു നീങ്ങാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതായാലും രാജ്യമെമ്പാടും പല തലങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് മോദി സർക്കാർ നേരിടാൻ പോകുന്നത്. അതിൻ്റെ മറ്റൊരു രൂപമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരം. ഈ സമരത്തിന് അനുമതി ഒരുപക്ഷെ ഡൽഹി പോലീസ് നൽകുകയില്ല. മറ്റൊരു സാധ്യത, ഇദ്ദേഹം എയർപോർട്ടിലെത്തുമ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ഉള്ളതാണ്. എന്നാൽ അധികകാലം ഇന്ത്യയിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെയും ജൻസിയെയും അടക്കി ഭരിക്കാൻ മോദിക്ക് ആവില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?